നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ പി.കെ. കാളൻ പുരസ്കാരത്തിന് അർഹനായ പി. കുഞ്ഞിരാമ പെരുവണ്ണാനെ അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ.വി. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തെയ്യം കലയുടെ കുലപതിയാണ് അതിയടം പി. കുഞ്ഞിരാമ പെരുവണ്ണാൻ. തെയ്യം കലാരംഗത്ത് ഗുരുസ്ഥാനികനാണ് അദ്ദേഹം. തെയ്യം, തോറ്റംപാട്ട്, അണിയല നിർമ്മാണം, വാദ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം കുഞ്ഞിരാമ പെരുവണ്ണാൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതിയടം മുച്ചിലോട്ടുകാവിൽ 3 പെരുങ്കളിയാട്ടങ്ങളിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം ധരിച്ചു എന്നത് ഏറെ പ്രത്യേകതയാണ്. ക്ഷേത്രമുറ്റത്ത് നടന്ന ചടങ്ങിൽ കെ.വി. നാരായണൻ അന്തിതിരിയൻ, മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ പി.വി. മനോജ് കോമരം എന്നിവർ ചേർന്ന് കുഞ്ഞിരാമ പെരുവണ്ണാനെ പൊന്നാട അണിയിച്ചു. സാംസ്കാരിക പരിപാടി കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ.വി. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോക്ലോർ അക്കാദമിയിലൂടെ നടപ്പാക്കുന്ന ഏറ്റവും ഉന്നതമായ അവാർഡാണ് പി.കെ. കാളൻ പുരസ്കാരം. വയനാട്ടിലെ പണിയ വിഭാഗത്തിലെ പ്രമുഖനായിരുന്ന കലാകാരനായിരുന്ന പി.കെ. കാളൻ, അദ്ദേഹം കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ വർഷം ഞങ്ങൾ പ്രഖ്യാപിച്ച അവാർഡ് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. പി. കുഞ്ഞിരാമ പെരുവണ്ണാൻ ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് തെയ്യം മേഖലയിലെ ഏറ്റവും ഉന്നത ശീർഷനായ, ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഏറ്റവും ഉന്നത ശീർഷനായ ഒരു വ്യക്തിത്വം എന്നതിനപ്പുറം കലയുടെ സമഗ്രമായ അവസ്ഥകളെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. തെയ്യത്തിൽ അദ്ദേഹം ഗുരുസ്ഥാനീയനാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന്, വടക്കേ മലബാറിൽ നിന്ന് അന്യമായി പോയ കുറുന്തനിപ്പാട്ട്, പാട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആഭിചാര, അനുഷ്ഠാന, ഉർവരതാ കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഫാക്കൽറ്റിയാണ് ടി.വി. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ.കെ. നമ്പ്യാർ ഉപഹാര സമർപ്പണം നടത്തി. പി.വി. ബാലകൃഷ്ണൻ, എം.കെ. രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.